ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. വീഡിയോ നേരത്തെ എടുത്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. എൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഗ്രനാരോൻ്റെ ഒരു വയർലെസ് മൈക്രോഫോൺ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി തപ്പി മേടിച്ചിട്ടുള്ളൊരു സാധനമാണ് ഈ ഗ്രനാരോൻ്റെ വയർലെസ് മൈക്ക്. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് പോലും നമ്മുടെ മൈക്ക് വെച്ചിട്ടാണ് കേട്ടോ. ഞാനിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആദ്യക്കുട്ടം പുറത്തിടുന്ന കട്ടിൽ നല്ലൊരു ഉറക്കമായിരുന്നു. അപ്പം ഞാൻ പേടിച്ചിട്ടാണ് അൺബോക്സ് ചെയ്തത്. പുള്ളിക്കാരൻ ചെറിയൊരു അനക്കം കേട്ടിയാൽ മതി ഉണരും. അപ്പം ഞാൻ അതെന്തായാലും അൺബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ലിങ്ക് വേണമെന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഗ്രനാരോൻ്റെ നല്ലൊരു ബ്രാൻഡ് എന്നാണ് ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയപ്പോഴത്തേക്കും കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ ഞാനിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ റിസീവർ നമ്മുടെ ഫോണിൻ്റെ താഴെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ മൈക്ക്. ഇത് നല്ല അടിപൊളി മൈക്കാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇതിൻ്റെ ഫെദർ ടച്ച് പോലത്തെ ഒരു അങ്ങനത്തെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് എൻ്റെ മുകളിൽ കൊടുത്തേക്കുന്നത് മൈക്കിന്. ഇതിൻ്റെ 2 എണ്ണം ഉണ്ട്. ആ ഫെദർ അല്ലാതെ തന്നെ വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിസീവർ. ഇത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്ലൂ ലൈറ്റ് ഓൺ ആയിട്ടുണ്ടാവും. അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജ് ചെയ്യേണ്ട കേബിളാണ് കേട്ടോ. നമ്മുടെ ഈ റിസീവറും അതായത് നമ്മുടെ ഈ സംഭവം മൈക്ക് ചാർജ് ചെയ്യേണ്ട കേബിളാണിത്. കുഞ്ഞ് കേബിളാണ്. എല്ലാം ഒരു കുഞ്ഞ് ബോക്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മൈക്കിൻ്റെ മറ്റേ സംഭവം ഫെദർ മാറ്റിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഫെദർ മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാനതൊന്ന് മാറ്റിയിട്ട് ഇടാൻ പെട്ട പാട് എനിക്ക് അറിയത്തുള്ളൂ. അത് ഇടാനായിട്ട് ഭയങ്കര പാടാണ്. പിന്നെ ഈ കാറ്റുള്ള സമയത്തൊക്കെ കാറ്റിൻ്റെ ഡിസ്റ്റർബൻസൊക്കെ മാറാനായിട്ടാണ് ഈ മറ്റേ ഫെദറിൻ്റെ ഇടുന്നതെന്നാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഏതാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ എന്തായാലും ഫെദറിൻ്റെ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത്. അത് ഊരിപ്പോയാൽ പിന്നെ ഇടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ലോണം ഒന്ന് വലിച്ച് പിടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫെദർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തൂവലൊക്കെ ഇളകി വരുന്നത് പോലെ തോന്നും. ഇളകി വരും കുഞ്ഞായിട്ട്. അപ്പം അതിനേക്കാളും നമ്മൾ അങ്ങനെ വെച്ചേക്കുന്നത് നല്ലത്. ഇതൊരു പൂച്ചക്കുഞ്ഞിനെയൊക്കെ തൊടുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സോഫ്റ്റ്നെസ്സാണ്. നല്ല രസമുണ്ട് തൊടാനായിട്ട്. ആ പൊടിയൊന്നും അടിക്കാൻ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് പവർ ബട്ടൺ വരുന്നത്. അപ്പം പവർ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ നമ്മുടെ മൈക്കിൻ്റെ ഒരു സിമ്പിളുണ്ട്. അവിടെയാണ് ഗ്രീൻ കളർ ലൈറ്റ് കത്തുന്നത്. അപ്പോൾ എനിക്കിത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് വയർലെസ് മൈക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ മാനുവലൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി അത് ലാസ്റ്റാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അല്ലാതെ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്തതേ ഉള്ളൂ. ലാസ്റ്റാണ് നമ്മുടെ മാനുവൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് ഓൺ ആക്കേണ്ടതെന്നും എന്തിനൊക്കെയുള്ള സംഭവങ്ങളാണെന്നൊക്കെ. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഒരു വാറൻറ്റി കാർഡും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് OTG കണക്ഷൻ കേട്ടോ. OTG ഓണാക്കിയാൽ നമ്മളിത് കണക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക. ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ എനിക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു.